ഓപ്പറേഷൻ സിന്ദൂറിന്റെ പ്രകമ്പനത്തിൽ പാകിസ്ഥാൻ നിലയില്ലാ കയത്തിലേക്കാണ് അടിതെറ്റി വീണതും. ഇരുട്ടിന്റെ മറവിൽ കൊടും ഭീകരന്മാർക്ക് ഇന്ത്യ അന്ത്യകൂദാശ ചൊല്ലി കാലപുരിക്കയച്ചു. ഇപ്പോൾ ഭാരതമാകട്ടെ അതീവ ജാഗ്രതയിലാണ് നീങ്ങുന്നത്. കാരണം ഏത് നിമിഷവും ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കാം. എന്നാൽ ഇപ്പോൾ 4 ഇടങ്ങളിൽ പാക് പ്രകോപനം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഉറിയിലും വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായി. പാക് ഷെല്ലുകൾ വീണതായി വിവരം പുറത്തു വന്നിരിക്കുന്നത്. NHPCയുടെ ഓഫീസിന് സമീപം പാക് ഷെല്ലുകൾ വീണതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ജമ്മു കാശ്മീരിലെ കുപ്വാര, ബാരാമുള്ള, ഉറി, അഖ്നൂർ പ്രദേശങ്ങൾക്ക് എതിർവശത്തുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ ആർമി പോസ്റ്റുകൾ ചെറിയ ആയുധങ്ങൾ, പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകോപനമില്ലാതെ തന്നെ വെടിയുതിർത്തു. 4 ഇടങ്ങളിലായി പാക് പ്രകോപനമുണ്ടായി എന്നും വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായി തന്നെ തിരിച്ചടിച്ചതായും സേനയും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യക്ക് തിരിച്ചടി നൽകുമെന്ന പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ പാക് പോർ വിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തിയിലെത്തിയിരുന്നു. പഞ്ചാബ് അതിർത്തിയോട് ചേർന്ന സ്ഥലത്താണ് പാക് യുദ്ധവിമാനങ്ങൾ എത്തിയിരിക്കുന്നത്. എന്നാൽ റഡാർ സംവിധാനങ്ങൾ വഴി പാക് വിമാനങ്ങളുടെ സഞ്ചാരപഥം മനസ്സിലാക്കിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ മേഖലയിലേക്ക് ഉടൻ കുതിച്ചെത്തിയതോടെ തന്നെ പാക് വിമാനങ്ങൾ അതിർത്തി കടക്കാതെ മടങ്ങിയെന്നതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഇന്ത്യയുമായി സമ്പർക്കം നടത്തുകയാണ് എന്നതിന് പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. പാക് വിദേശകാര്യമന്ത്രി കൂടിയാണ് അദ്ദേഹം. ഇരു രാജ്യങ്ങളിലെയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ സമ്പർക്കത്തിലാണ് എന്നാണ് പ്രതികരണം വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. രാത്രി വൈകിയാണ് പാക് ഉപപ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നതും. അതേസമയം ജമ്മു കാശ്മീരിലെ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം തുടരുകയാണ് ചെയ്തിരിക്കുന്നത്. കാശ്മീരിലെ കുപ്വാര, ഗുരേസ് സെക്ടറുകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നതും. അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് ഇന്ത്യ പാകിസ്ഥാന് നേരെ പ്രത്യാക്രമണം നടത്തിയതും. അതേസമയം പാകിസ്ഥാനിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീടിന് പുറത്തിറങ്ങരുത് എന്നും വിളക്കുകൾ പൂർണ്ണമായും അണയ്ക്കണമെന്നും ജനങ്ങളോട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ലാഹോർ, ഇസ്ലാമാബാദ്, കറാച്ചി മേഖലയിലാണ് പ്രധാനമായും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നതും. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇതുവരെയാകട്ടെ 70 പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളിലെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടായതും. 60-ലേറെ ഭീകരർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാനിലെ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ആക്രമണം നടത്തിയതും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുലർച്ചെയായിരുന്നു വ്യോമകര നാവിക സേനകൾ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ നടന്നതും. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹൽപൂരിലെ മർക്കാസ് സുബ്ഹാനല്ല, അതുപോലെ തന്നെ ലഷ്കർ ആസ്ഥാനമായ മുരിഡ്കോയിലെ മാർക്സ് തൊയ്ബ, ജെയ്ഷെ കേന്ദ്രങ്ങളായ തെഹ്റ കാലാനിലെ സൽജാൽ എന്നീ പ്രദേശങ്ങളിലായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.